نهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സൂറത്തുൽ ബഖറയിലെ 164-ാമത്തെ ആയത്താണ് നാം അവസാനമായി വിശദീകരിച്ചത്. ഇന്ന് 165 മുതലുള്ള ആയത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العقاب. أن القوة لله جميعا وأن الله شديد العذاب. إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب. وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرؤوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب. ومن الناس മനുഷ്യരിൽ ഉണ്ട് മൻ യാതൊരുവൻ യത്തഹിദു അവനുണ്ടാക്കും മൻ യത്തഹിദു ചിലർ അവരുണ്ടാക്കും മിൻ ദൂനില്ലാഹി അല്ലാഹുവിന് പുറമെ
അന്താദൻ സമന്മാരെ, യുഹിബ്ബൂനഹും അവർ അവരെ സ്നേഹിക്കും, കഹുബ്ബില്ലാഹി അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹി. മനുഷ്യരിലുണ്ട് ചിലർ അവർ അല്ലാഹുവിന് പുറമെ അവന് ചില സമന്മാരെ ഉണ്ടാക്കുന്നു, അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ അവരെ സ്നേഹിക്കുന്നു. വല്ലദീന ആമനു വിശ്വസിച്ചവരാവട്ടെ, അഷദ്ദു ഹുബ്ബൻ ലില്ലാഹി വല്ലദീന ആമനു വിശ്വസിച്ചവരാവട്ടെ, അഷദ്ദു ഹുബ്ബൻ സ്നേഹത്തിൽ കൂടുതൽ ശക്തരാണ്. വല്ലദീന ആമനു വിശ്വസിച്ചവർ ആവട്ടെ, അഷദ്ദു അവർ ശക്തരാണ്, ഹുബ്ബൻ സ്നേഹത്തിൽ, ലില്ലാഹി അല്ലാഹുവിനോട്. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ് അല്ലാഹുവിനോട് ഏറ്റവും ശക്തമായ സ്നേഹമുള്ളവരത്രേ അവർ. വിശ്വസിച്ചവരാവട്ടെ അല്ലാഹുവിനോട് ഏറ്റവും ശക്തമായ സ്നേഹമുള്ളവരത്രേ. വലൗ യറ കണ്ടിരുന്നെങ്കിൽ അല്ലദീന ളലമു അക്രമം ചെയ്തവർ, ഇദ് യറൗന അവർ കാണുന്ന സന്ദർഭം, അൽ അദാബ ശിക്ഷയെ, അന്നൽ ഖുവ്വത തീർച്ചയായും ശക്തി ആകുന്നു എന്ന്, ലില്ലാഹി അല്ലാഹുവിന്, ജമീഅൻ മുഴുവനും, അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅൻ, വ അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു, ശദീദുൽ അദാബ് കഠിനമായി ശിക്ഷിക്കുന്നവൻ. ഷദീദ് കഠിനമായവൻ, അൽ അദാബ് ശിക്ഷ. അന്നല്ലാഹ ഷദീദുൽ അദാബ് അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ എന്നർത്ഥം. വലൗ യറല്ലദീന ളലമു إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷയെ നേരിൽ കാണുന്ന അവസരത്തിൽ ശക്തി മുഴുവനും അല്ലാഹുവിനുള്ളതാണെന്ന് അവർ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله ومن الناس അവിടെ ശബ്ദമുള്ള നൂനാണ്, മണിക്കണം. ومن الناس من يتخذ സുക്കൂന നൂന് ശേഷം യാ എന്ന അക്ഷരമാണ് അവിടെ സുക്കൂന നൂനെ യായിലേക്ക് ചേർത്തിട്ട് മണിച്ചുകൊണ്ടോതണം, ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ടോതണം. മൻ യത്തഖിദു മിൻ ദൂനി, മൻ യത്തഖിദു സാലാണ്, യത്തഖിദു
മൻ യത്തഖിദു മിൻ ദൂനി സുക്കൂനായ നൂനിന് ശേഷം ദാലാണ്. അതായത് ഇഖ്ഫാഇന്റെ നിയമമാണ്. മിൻ ദൂനി സുക്കൂനായ നൂനിനെ മറച്ചുകൊണ്ട് പണിച്ചോദനം. മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും. അൻദാദൻ സുക്കൂനായ നൂനിന് ശേഷം ദാലാണ്. വീണ്ടും ഇഖ്ഫാഇന്റെ നിയമം തന്നെ. അൻദാദൻ യുഹിബ്ബൂനഹും. അൻദാദൻ തൻവീനു ശേഷം യാ ആണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൻ യത്തഖിദു എന്ന് പറഞ്ഞതുപോലെ തന്നെ അൻദാദൻ തൻവീനു ശേഷം യാ ആണ്. ഇദ്ഗാം ബിഗുന്നയുടെ നിയമം. أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله والذين ذلك والذين آمنوا أشد آمنوا حمزة آمنوا വീണ്ടും ആമനു എന്ന് പറഞ്ഞതിന് ശേഷം ഹംസ തന്നെയാണ്. അപ്പൊ അവിടെ മദ് മുൻഫസിലാണ്. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله. ആമനു അശദ്ദു ഹുബ്ബൻ. അവിടെ തൻവീനുണ്ട്. തൻവീന് ശേഷം ലാമാണ്. അവിടെ ഇദ്ഗാം ചെയ്യണം. പക്ഷേ ഉന്നത്ത് പാടില്ല, മണിക്കാൻ പാടില്ല. ഹുബ്ബൻ ലില്ലാഹ് ഹുബ്ബൻ ലില്ലാഹ്. വലൗ യറല്ലദീന ظلموا ولو يرى الذين ظلموا إذ يرون العذاب. ولو يرى الذين ظلموا അവിടെ മദ്ദുണ്ട്. മദ് മുൻഫസിലാണ്. إذ يرون العذاب إذ يرون ഇത് ദാലല്ല സാലാണ്. അതുകൊണ്ട് തന്നെ അത് ഖൽഖലത്തിന്റെ അക്ഷരമല്ല. അപ്പോ അവിടെ ഇസ് എന്ന് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب. أن القوة لله جميعا. അവിടെ إذ يرون العذاب അവിടെ വഖഫ് ചെയ്യാൻ പാടില്ല. അത് ചേർത്തുകൊണ്ട് തന്നെ ഓതണം. إذ يرون العذاب أن القوة لله جميعا وأن അവിടെ ജമീഅൻ എന്നിടത്തും വഖഫ് ചെയ്യാൻ പാടില്ല. أن القوة لله أن ശദ്ദുള്ള നൂനാണ്. أن القوة لله جميعا ലില്ലാഹി ജമീഅൻ വ തൻവീന് ശേഷം വ എന്ന അക്ഷരമാണ്. അവിടെ ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഓതണം. ഉന്നത്തോടുകൂടി ഓതണം. ഇദ്ഗാം ബിഗുന്നയാണ്. ജമീഅൻ വ അന്നല്ലാഹ ശദീദുൽ അദാബ്. ഷദീദുൽ അദാബ് അവിടെ വഖഫ് ചെയ്യുമ്പോൾ മദ് ആരതോടുകൂടി നീട്ടി വഖഫ് ചെയ്യുക. ബ കൽക്കലത്തിന്റെ അക്ഷരമാണ്. വഖഫ് ചെയ്യുമ്പോൾ അവിടെ ശരിയായ രൂപത്തിൽ വെളിവാക്കിക്കൊണ്ടായിരിക്കണം അത് വഖഫ് ചെയ്യേണ്ടത്. വഅന്നല്ലാഹ ശദീദുൽ അദാബ്.
ഈ ആയത്ത് ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله, ഈ ആയത്ത് അല്ലാഹുവും മനുഷ്യരും തമ്മിലുള്ള ഒരു ബന്ധത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ആയത്താണ്. അല്ലാഹുവിന് പുറമെ സമന്മാരെ സ്വീകരിക്കുക, എന്നിട്ട് അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിനേക്കാളും അവരെ സ്നേഹിക്കുക. എന്നാൽ യഥാർത്ഥ വിശ്വാസികൾക്ക് അവരോടല്ല, അല്ലാഹുവിനോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്. അക്രമം ചെയ്ത ആളുകൾ ശരിയായ ആ ശിക്ഷ നേരിൽ കാണുന്ന ആ അവസരത്തിൽ അല്ലാഹുവിനാണ് ശക്തി മുഴുവനെന്നും അല്ലാഹു ഏറെ ശിക്ഷിക്കുന്നവനാണെന്നും അവർ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറയുകയാണ്. വമിനന്നാസി, മനുഷ്യരിലുണ്ട്, വമിനന്നാസി മനുഷ്യരിലുണ്ട്. വാവ് സ്തീനാഫിന്റെ വാവോടുകൂടി തുടങ്ങിയാണ് ആയത്ത്. മിന ഹർഫ് ജറാണ്, അന്നാസി ഇസ്മ മജ്റൂറാണ്. വമിനന്നാസി മനുഷ്യരിലുണ്ട് എന്നർത്ഥം. മിന എന്ന് വന്നതുകൊണ്ട് മിൻ, വ മിൻ അന്നാസി എന്നാണ്. വ മിൻ അന്നാസി അത് ചേർത്ത് വായിക്കുമ്പോഴാണ് വ മിനന്നാസി എന്നാവുന്നത്. മൻ യാതൊരുവൻ, ഇതാണ് മൻ ഇസ്മ മൗസൂല. ഇസ്മ മൗസൂല മൻ. അതായത് യാതൊരുവൻ ഉണ്ട് മനുഷ്യരിൽ എന്നർത്ഥം. യഥാർത്ഥത്തിൽ ഇസ്മ മൗസൂല് ഇത് മുബ്തദ മുഅഖറായിട്ടാണ് വരുന്നത്, മിൻ മൻ എന്നത്. എന്നാൽ വമിനന്നാസി എന്ന് പറയുമ്പോൾ അത് അതിന്റെ ഖബറായിട്ട്, ഖബർ മുഖദ്ദമായിട്ട് വരുന്നു. ഖബർ മുഖദ്ദമായിട്ട് വരും. മിനന്നാസി മൻ യത്തഖിദു, മൻ യത്തഖിദു, ഇത്തഖദ യത്തഖിദു. വമിനന്നാസി മനുഷ്യരിലുണ്ട്, മൻ യാതൊരുവൻ. യത്തഖിദു അവൻ സ്വീകരിക്കുന്നു, ഉണ്ടാക്കുന്നു എന്നർത്ഥം. ഇത്തഖദ ഇത്തഖദ യത്തഖിദു. ഇത്തഖദ യത്തഖിദു, അതായത് അഖദ എന്ന ഫിഅലിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അഖദ യഖുദു, അതിന്റെ ഏത് വസനായിരിക്കും ഇത്? അഖദ യഖുദു എന്നതിൽ നിന്ന് ഉണ്ടാകുന്ന ഏത് വസനായിരിക്കും? ഇത്തഖദ യത്തഖിദു. തഅല തഅല ഒന്നായിരിക്കും അല്ലെ? അതായത് അഖദ അഖദ ഇത്തഖദ
ഇത്തഖദ, അതാണ് ഇത്തഖദ ആയി മാറുന്നത്. അപ്പൊ ഇത്തഖദ യത്തഖിദു. ومن الناس من يتخذ സ്വീകരിക്കുന്നു. ومن الناس മനുഷ്യരുണ്ട് മൻ യാതൊരുവൻ യത്തഖിദു അവനുണ്ടാക്കുന്നു മിൻ ദൂനില്ലാഹി അല്ലാഹുവിന് പുറമെ. മിൻ ഹർഫ് ജർ, ദൂൻ മിൻ ദൂനി ഇസ്മു മജ്റൂറായിട്ടാണ് ഇവിടെ വരുന്നത്. ദൂന് പല രൂപത്തിൽ വരും. ചില സന്ദർഭത്തിൽ വറുത്ത് മക്കാനായിട്ട് വരും ദൂന. ഇവിടെ ഇസ്മു മജ്റൂറാണ്. ദൂന് പുറമെ എന്നർത്ഥം. ഗൈർ എന്ന അർത്ഥം. മിൻ ദൂനില്ലാഹി, മിൻ ദൂനില്ലാഹി, ദൂനില്ലാഹി എന്താണ്? ഇസ്മുൽ ജലാല മുദാഫ് ഇലൈഹി മജ്റൂറാണ്. മുദാഫ് ഇലൈഹിയാണ്. മിൻ ദൂനില്ലാഹി, അല്ലാഹു എന്നതിനെ ദൂനിലേക്ക് ഇളാഫത്ത് ചെയ്തു. അതുകൊണ്ടാണ് അല്ലാഹു എന്നതിവിടെ അല്ലാഹി എന്നാകുന്നത്. മിൻ ദൂനില്ലാഹി എന്ന് പാരായണം ചെയ്യപ്പെടുന്നത്. ഇല്ലാഹി എന്ന് പറയുമ്പോൾ ഇസ്മുൽ ജലാല മുദാഫ് ഇലൈഹി മജ്റൂറാണ്. അൻദാദൻ വമിനൻ നാസി മൻ യത്തഖിദു, മനുഷ്യരിലുണ്ട് മൻ യാതൊരുവൻ യത്തഖിദു അവനുണ്ടാക്കുന്നു. എന്തിനെയാണ് ഉണ്ടാക്കുന്നത്? അൻദാദൻ സമന്മാരെ. നിദ് എന്ന പദത്തിന്റെ ബഹുവചനമാണ് അൻദാദ്. നിദ് എന്നതിന്റെ ബഹുവചനമാണ് അൻദാദ്. നിദ്ദുൻ ജംഉ അൻദാദുൻ. അൻദാദ് എന്ന് പറഞ്ഞാൽ, നിദ് എന്ന് പറഞ്ഞാൽ സമൻ, വഹീർ അല്ലെങ്കിൽ നളീർ, സമൻ എന്നർത്ഥമാണ്. അപ്പൊ അൻദാദൻ, അൻദാദുൻ എന്നതിവിടെ അൻദാദൻ എന്നാവാനുള്ള കാരണം മൻ യത്തഖിദു, അവനുണ്ടാക്കുന്നു. എന്തിനെ ഉണ്ടാക്കുന്നു? അൻദാദൻ മഫ്ഊൽ ബിഹി ആവുന്നത് കൊണ്ടാണ്. അതായത് മൻ വമിനൻ നാസി മൻ യത്തഖിദു, മനുഷ്യരിലുണ്ട് മൻ യത്തഖിദു ചില ആളുകൾ അവരുണ്ടാക്കുന്നു. ആ ഉണ്ടാക്കുന്നു എന്നതിന്റെ ഫാഇൽ ചിലരാണ് അല്ലെ. മൻ യത്തഖിദു ചിലരാണ് അതിൽ ആ പ്രവൃത്തി ചെയ്യുന്നത്. ആ പ്രവൃത്തി എന്താണ്? അവരുണ്ടാക്കുന്നു എന്ന പ്രവൃത്തിയാണ്. എന്തിനെയാണ് ഉണ്ടാക്കുന്നത്? അൻദാദൻ സമന്മാരെ. അൻദാദുൻ സമന്മാർ, അൻദാദൻ സമന്മാരെ. അത് മഫ്ഊൽ ബിഹി മൻസൂബായി മാറുന്നു, നസ്ബ് ചെയ്യപ്പെടുന്നു. അതാണ് അൻദാദൻ. നസ്ബിന്റെ അടയാളമാണ് ഇവിടെ ദൻ എന്ന തൻവീനോടുകൂടി വരുന്നത്. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله. يحبونهم അവരെ ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബൂനഹും അങ്ങനെയാണ്. യുഹിബ്ബൂന യുഹിബ്ബൂന അവർ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതായത് അഹബ്ബ യുഹിബ്ബു ഇഷ്ടപ്പെടുന്നു. ഇഹ്ബാബ് അഹബ്ബ ഇഷ്ടപ്പെട്ടു, യുഹിബ്ബു ഇഷ്ടപ്പെടുന്നു, ഇഹ്ബാബ് ഇഷ്ടപ്പെടൽ.
അതായത് ഹബ്ബ യഹിബ്ബു ഹുബ്ബുൻ. ഹബ്ബ യഹിബ്ബു ഇഷ്ടമായി എന്നാണ്. ഹബ്ബ യഹിബ്ബു ഹുബ്ബുൻ ഇഷ്ടം, ഇഷ്ടമായി. അതിന്റെ അഫ്അല വസ്നിലാണ് അഹബ്ബ വരുന്നത്. അഫ്അല വസ്നിലാണ് അഹബ്ബ യുഹിബ്ബു. യുഹിബ്ബു അതിന് തസ്രീഫ് ചെയ്യുമ്പോൾ, സർഫ് ചെയ്യുമ്പോൾ യുഹിബ്ബു യുഹിബ്ബാനി യുഹിബ്ബൂന, യുഹിബ്ബു യുഹിബ്ബാനി യുഹിബ്ബൂന അവർ ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു, യുഹിബ്ബാനി അവർ രണ്ടുപേർ ഇഷ്ടപ്പെടുന്നു, യുഹിബ്ബൂന അവർ കുറെ പേർ ഇഷ്ടപ്പെടുന്നു. അതാണ് യുഹിബ്ബൂന. അപ്പോ യുഹിബ്ബൂന എന്നത് ഫിഅ്ൽ മുളാരിഅണ്. ഫിഅ്ൽ മുളാരിഅണ്. പിന്നെ യുഹിബ്ബൂന, യുഹിബ്ബൂന എന്ന് എഴുതുമ്പോൾ യുഹിബ്ബു അതിലേക്ക് വാവ് നൂന് ചേരുന്നു. യുഹിബ്ബൂന ആ വാവ് ആണ് വാവുൽ ജമാഅത്ത്, ജംഅ് ആയി വരുന്ന ജമാഅത്തിന്റേതായ വാവ് എന്ന് പറയും. യുഹിബ്ബൂന കാരണം അവർ എന്ന് സൂചിപ്പിക്കാനാണ്, ജമാഅത്താണ്. യുഹിബ്ബൂന യുഹിബ്ബൂന അവർ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അവിടെ വാവുൽ ജമാഅത്തിന്റെ വാവുൽ ജമാഅത്ത് എന്താണ് ഇവിടെ? ളമീർ മബ്നിയുൻ അല സുകൂനി ഫീ മഹല്ല് റഫ്അ് ഫാഇൽ. അതായത് സുക്കൂനിൽ മബ്നിയാകുന്ന ളമീറാണ്. അത് ഫാഇലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫാഇലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫാഇൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നവൻ, അതാണ് ഫാഇൽ. ആരാണോ പ്രവൃത്തി ചെയ്യുന്നത്? യുഹിബ്ബൂന അവർ എന്നത് സൂചിപ്പിക്കാനാണ് വാവ് നൂന് അവിടെ നമ്മൾ കാണുന്നത്. ആ വാവ് ജമാഅത്ത് അവർ എന്ന് സൂചിപ്പിക്കാനാണ്. അതായത് യുഹിബ്ബു എന്ന് പറയുന്ന ഇഷ്ടപ്പെടുന്നു എന്ന പ്രവൃത്തി ആര് ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കാനാണ് അവിടെ വാവ് ഉപയോഗിക്കുന്നത്. വാവ് നൂന് യുഹിബ്ബൂന എന്നത്. അതിന് ആ വാവ് നൂന്, വാവ് എന്താണ് ശരിക്കും? ളമീറിന്റെ ഗണത്തിലാണ് വരിക. ളമീറാണ്, സുക്കൂനിൽ മബ്നിയാണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. വല്ലദീന യുഹിബ്ബൂനഹും, യുഹിബ്ബൂന അവർ ഇഷ്ടപ്പെടുന്നു, ഹും അവരെ, അവർ ഇഷ്ടപ്പെടുന്നു അവരെ. ഈ അവരും ആ അവരും രണ്ടും രണ്ടവരാണ്. വമിനന്നാസി ജനങ്ങളിലുണ്ട് ചിലർ, മൻ യത്തഖിദു സ്വീകരിക്കുന്നവർ, ഉണ്ടാക്കുന്നവർ. അവരാണ് ഇവിടെ യുഹിബ്ബൂന അവർ ഇഷ്ടപ്പെടുന്നു. ആരാ ഇഷ്ടപ്പെടുന്നത്? ജനങ്ങളിൽ ഇങ്ങനെ അള്ളാഹുവിന് പുറമെ സമന്മാരെ ഉണ്ടാക്കുന്നവർ ഇഷ്ടപ്പെടുന്നു. ഹും അവരെ, ആരെ? ഈ അന്താദിനെ, ഈ സമന്മാരെ ഇഷ്ടപ്പെടുന്നു. അപ്പോ ജനങ്ങളിൽ ചിലര് ഇഷ്ടപ്പെടുന്നു ആരെ? ഈ സമന്മാരായി അള്ളാഹുവിന് പുറമെ അവർ സ്വീകരിക്കുന്ന ഉണ്ടാക്കുന്ന ആളുകളെ അവർ ഇഷ്ടപ്പെടുന്നു എന്നർത്ഥം. അപ്പൊ ഹും എന്നതൊരു ളമീറാണ്. ഹും എന്നതൊരു ളമീറാണ്. ഹും എന്നതിന്റെ അവസാനത്തിൽ മീമിന് സുക്കൂനാണ്. അതുകൊണ്ട് തന്നെ ആ സുക്കൂന് മാറൂല. അതിനാണ് മബ്നി എന്ന് പറയാം. എപ്പോഴും ഹും തന്നെയാണ്. ഹും എന്നത് ഹുമി എന്നോ ഹുമ എന്നോ ഹുമു എന്നോ ഒന്നും ആവില്ല. ഹും എന്ന മീമിന്റെ സുക്കൂനൊരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ പറയുന്നതിനാണ് മബ്നിയൻ അല സുക്കൂനി എന്ന് പറയുന്നത്. അതായത് സുക്കൂനിൽ മേൽ മബ്നിയാകുന്നു എന്ന് പറയുന്നത്. അത് നസ്ബിന്റെ സ്ഥാനത്ത് വരുന്നു ഇവിടെ. കാരണം അത് മഫ്ഊൽ ബിഹിയാണ്. യുഹിബ്ബൂന എന്ന പ്രവൃത്തി അവർ ഇഷ്ടപ്പെടുന്നു. ഹും അവരെ, ആരെ ഇഷ്ടപ്പെടുന്നു? അപ്പോ നമ്മൾ ഇഷ്ടപ്പെടുമ്പോ നമ്മൾ ഫാഇല്, ആരെയാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്? അവര് മഫ്ഊൽ. അപ്പൊ ഇവിടെ അതുകൊണ്ട് ഹും എന്നത് അവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോ ആ ഹും മഫ്ഊൽ ബിഹിയാണ് എന്നർത്ഥം. അതിനാണ് മഫ്ഊൽ ബിഹി എന്ന് പറയുന്നത്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, കഹുബ്ബില്ലാഹ്, ക പോലെ എന്നർത്ഥം. ക പോലെ. ക എന്നത്
ഹർഫ് ജറാണ്. ഹുബ്ബി കഹുബ്ബി. ഹുബ്ബില്ലാഹി എന്നാണ് മനസ്സിലാക്കുക. ഹുബ്ബുൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഹുബ്ബുൻ ഇഷ്ടം എന്നാണ്. ഹുബ്ബുൻ ഇഷ്ടം. ഹുബ്ബുൻ അല്ലാഹു. അങ്ങനെ രണ്ട് പദങ്ങളാണ്. അപ്പൊ ഹുബ്ബുല്ലാഹി ചേർത്ത് പറയുമ്പോ ഹുബ്ബുല്ലാഹി അള്ളാഹുവിന്റെ ഇഷ്ടം, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം എന്ന അർത്ഥത്തിൽ. ഹബ്ബുല്ലാഹി അള്ളാഹി എന്നാവാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് മുളാഫ് ഇലൈഹി ഇസ്മുൽ ജലാല മുളാഫ് ഇലൈഹി മജ്റൂറാണ്. ഇസ്മുൽ ജലാല മുളാഫ് ഇലൈഹി മജ്റൂറാണ് അള്ളാഹി എന്നത്. എന്നാൽ അതിന് ഹുബ്ബു എന്നതിന് മുമ്പ് കാഫ് വന്നതുകൊണ്ട് അത് ഹർഫ് ജറാണ്. ശേഷം വരുന്ന ഇസ്മിനെ ജറ് ചെയ്യും. അതുകൊണ്ട് അത് കഹുബ്ബി എന്നായി. അർത്ഥം കഹുബ്ബി എന്നാവാനുള്ള കാരണം കഹുബ്ബി എന്നാവാനുള്ള കാരണം അതിന് തൊട്ട് മുമ്പ് കാഫ് എന്ന ജറിന്റെ ഹർഫ് വന്നതുകൊണ്ടാണ്. അപ്പൊ കഹുബ്ബി എന്നായി. ഹുബ്ബു എന്നുള്ളത് കഹുബ്ബി എന്നായി. ഹുബ്ബില്ലാഹി. ഇവിടെ ഹുബ്ബുൻ എന്നതിലേക്ക് അള്ളാഹു എന്ന് ചേർത്ത് വരുമ്പോ ഹുബ്ബുൻ എന്നത് ഹുബ്ബു എന്നായി മാറും. ഹുബ്ബുൻ എന്നതിന്റെ തെൻവീന് നഷ്ടപ്പെടുന്നു. മുദാഫ് ആയി വരുന്നതാണ് ഹുബ്ബ്. ആ മുദാഫിന്റെ തെൻവീന് നഷ്ടപ്പെടും. അപ്പൊ ഹുബ്ബുല്ലാഹി എന്നായി മാറുകയും അതിന് തൊട്ട് മുമ്പിൽ കാഫ് വന്നതുകൊണ്ട് കഹുബ്ബില്ലാഹി എന്നായി മാറുകയും ചെയ്യുന്നു. വല്ലദീന ആമനു. അവിടെന്തായി വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹി. മനുഷ്യരിൽ ചിലരുണ്ട്, അവർ അള്ളാഹുവിന് പുറമെ ചില സമന്മാരെ ഉണ്ടാക്കുന്നു. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹി. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ അവരെ സ്നേഹിക്കുന്നു. മനുഷ്യരിൽ അള്ളാഹുവിന് പുറമെ സമന്മാരുണ്ടാക്കുകയാണ് ചില ആൾക്കാർ ചെയ്യുന്നത്. എന്നിട്ടോ അള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവർ അവരെ സ്നേഹിക്കുന്നു. എന്നാൽ വല്ലദീന ആമനു വാവ് അത്ഫിന്റെ അല്ലെങ്കിൽ വല്ലദീന ആമനു. വല്ലദീന ആമനു എന്ന് പറയുമ്പോൾ അത്ഫല്ല. അത് ഒന്നുകിൽ ഇസ്തിനാഫിന്റെ വാവാണ് അല്ലെങ്കിൽ ഇഅ്തിറാദിയാണ്. ഇവിടെ നമ്മൾ മാനുമോലിയുടെ അർത്ഥം പരിശോധിച്ചാൽ അദ്ദേഹം നൽകിയ അർത്ഥം വല്ലദീന ആമനു, വിശ്വസിച്ചവരാകട്ടെ എന്നാണ്. വിശ്വസിച്ചവർ ആകട്ടെ. അങ്ങനെ പറയുന്ന വാവിനാണ് ഇഅ്തിറാദി എന്ന് പറയാം. അല്ലദീന യാതൊരു കൂട്ടർ ഇസ്മ മൗസൂലാണ്. ഇസ്മ മൗസൂലാണ്. ഇസ്മ മൗസൂലാണ് അല്ലദീന. അല്ലദീന എപ്പോഴും അല്ലദീന തന്നെ. ആ നൂനിന് ഫത്ഹാണ്. അതുകൊണ്ട് തന്നെ മബ്നിയുൻ അലൽ ഫത്ഹി എന്ന് പറയും. എന്താ പറയാ? മബ്നിയുൻ അലൽ ഫത്ഹി എന്ന് പറയും. പിന്നെ അല്ലദീന എന്നത് വല്ലദീന അതൊരു ഇതിന്റെ തുടക്കമാണ്. അത് മുബത്തദ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് റഫ്ഇന്റെ സ്ഥാനത്താണ്. എല്ലാ മുബത്തദവും മർഫൂ ആണ്. അത് റഫ്ഇന്റെ സ്ഥാനത്ത് വരും. അപ്പോ ഈ മഹല്ല് റഫ്ഇന്റെ സ്ഥാനത്താണ്, മുബത്തദ ആയിട്ടാണ് വരിക. ആമനു. ആമനു അവർ
വിശ്വസിച്ചു എന്നർത്ഥം. വല്ലദീന ആമനു യാതൊരു കൂട്ടർ ആമനു അവർ വിശ്വസിച്ചു. ആമന ആമന ആമനു. ആമന എന്നത് അമിന എന്നതിൽ നിന്നുണ്ടാകുന്ന ഏത് വസനാണ്? അമിനയിൽ നിന്നുണ്ടാകുന്ന ഏത് വസനാണത്? ആമന. പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഫിയലാണ് ആമന. പലപ്പോഴും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഫാഅലയാണോ എന്ന് തെറ്റിദ്ധരിക്കും. അല്ല, ഫാഅല അല്ല, അഫ്അലയാണ്. എന്താണ്? അഫ്അല വസനിലാണ് വരുന്നത്. അമിന എന്നതിൽ നിന്ന് ഉണ്ടാകുന്ന അഫ്അല വസനിലാണ് ആമന വരുന്നത്. ആമനു അവർ വിശ്വസിച്ചു. ആമനു ആമനു ആമനു. അത് ആമനു ഫിഅല് മാദിയാണ്. ഫിഅല് മാദി വമ്മിൽ ആണ് ഇത് മബ്നിയാകുന്നു. ആമനു ശേഷം വാവുൽ ജമാഅത്ത്. വാവുൽ ജമാഅത്ത് ضمير مبني على السكون في محل رفع فاعل قول جماعة. والذين آمنوا أشد حبا لله. അഷദ്ദു എന്നത് ശദ്ദ എന്ന പേരിൽ നിന്നുണ്ടാകുന്ന അതിന്റെ ഇസ്മ തഫ്ളീലാണ്. അപ്പോ ഇതുപോലെ അഹ്സൻ ഏറ്റവും നല്ലത്, അല്ലെ? അഹ്സനു, അക്സർ ഏറ്റവും കൂടുതൽ, അക്ബർ ഏറ്റവും വലുത്, അസ്ഗർ ഏറ്റവും ചെറുത്. അങ്ങനെ ഏറ്റവും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഫ്അലു വസനിൽ വരുന്നതാണ് അഷദ്ദു എന്നത്. ഏറ്റവും ശക്തമായത് എന്നർത്ഥം. ഏറ്റവും ശക്തമായത്. അപ്പൊ അഷദ്ദു ഏറ്റവും ശക്തമായത്. അഷദ്ദു ഖബറാണ്. ഏതിന്റെ ഖബർ? വല്ലദീന ആമനു എന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ ഖബറാണ്. വിശ്വസിച്ചവർ അഷദ്ദു അവർ ശക്തരാണ് എന്ന. അഷദ്ദു അവർ ശക്തരാണ്. എന്തിന്റെ കാര്യത്തിൽ? ഹുബ്ബൻ. അഷദ്ദു എന്ന് പറഞ്ഞതിന് ശേഷം തമ്മീസാണത്. അതായത് ഇഷ്തറൈതു കിലോ ഹുബ്സൻ, അല്ലെ? എന്താണ് പറയാ? ഇഷ്തറൈതു. അങ്ങനെ ചില നമ്മൾ കുറെ ഉദാഹരണങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ മുമ്പ്, അല്ലെ? എന്ന് പറയുന്നത് പോലെ ഹുബ്ബൻ എന്നത് ഇവിടെ തമ്മീസാണ്, മൻസൂബാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇത് പഠിക്കാത്തവർ ഇൻഷാ അല്ലാഹ് നമ്മുടെ അൽബലാഗ ക്ലാസ്സിൽ കൂടുതലായിട്ട് നമ്മൾ ഓരോന്നും ചർച്ച ചെയ്യും, പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹി. അല്ലാഹുവിന് ലില്ലാഹി ലാം ഹർഫ് ജറാണ്. പിന്നെ അല്ലാഹു ഇസ്മുൽ ജലാല
ഇസ്മ മജ്റൂർ അല്ലേ? ലില്ലാഹി എന്ന് പറയുമ്പോൾ ഇസ്മുൽ ജലാല ഇസ്മ മജ്റൂർ. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا ولو يرى الذين ظلموا. അപ്പോ ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഹബ്ബ് അള്ളാഹുവിനോടായിരിക്കും എന്ന് പറയാം. പറഞ്ഞതിന് ശേഷം വലൗ യറല്ലദീന വാ ദീനാഫിന്റെ വാവാണ്. ലൗ ലൗ എന്ന് പറഞ്ഞാൽ എങ്കിൽ, ആണെങ്കിൽ. ഹർഫ് ഷർത്താണ്. എന്താണ്? ഷർത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫാണ്. യറ കാണുന്നുവെങ്കിൽ എന്നർത്ഥം. കാണുന്നു എന്നാണ് യറ. റഅ എന്നതിന്റെ മുദാരിയാണ് യറ. റഅ യറ. യറ അവൻ കാണുന്നു എന്നർത്ഥം. ആര് കാണുന്നു? അല്ലദീന. യറ എന്നത് ഫിഅൽ മുദാരി മർഫൂആണ്. അല്ലദീന യാതൊരു കൂട്ടരാണ് കാണുന്നത്. ഇസ്മുൽ മബ്നിയുൻ അല സുക്കൂനി ഫി മഹല്ല് റഫ്ഇ ഫാഇൽ. വലൗ യറ കാണുന്നുവെങ്കിൽ അല്ലദീന യാതൊരു കൂട്ടർ. ആരാണ് ആ കൂട്ടർ? വലമൂ. വലമ വലമൂ അവർ അക്രമം ചെയ്തു. വലമ വലമാ വലമൂ. വലമ വലമാ വലമൂ. ഇതിന്റെ സീഗ എന്താണ്? വലമൂ എന്ന് പറയുമ്പോൾ അതിന്റെ സീഗ എന്താണ്? അതിന്റെ സീഗ എന്താണെന്ന് പറയാം. വലമൂ. ജംഅ് മുദക്കർ ഗായിബ്. നമ്മൾ കഴിഞ്ഞ അൽബലാഗ ക്ലാസ്സിൽ പുതുതായി ഇപ്പം തുടങ്ങിയ ഗ്രേഡ് 1 ക്ലാസ്സിൽ നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാവരും സജീവമായിട്ട് ടൈപ്പ് ചെയ്യുക. ചോദ്യങ്ങൾ ചോദിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോ വലമു അവർ അക്രമം ചെയ്തു. വലമ വലമ വലമു. വലമ വലമു ഫിഅൽ മാദിയാണ്. മബ്നിയുൻ അല ദമ്മി അല്ലേ? വാവുൽ ജമാഅത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി ആവർത്തിക്കുന്നില്ല. വാവുൽ ജമാഅത്ത് മബ്നിയുൻ ളമീർ മബ്നിയുൻ അല സുക്കൂനി ഫീ മഹല്ല് റഫ്ഇ ഫാഇൽ. അപ്പൊ വല്ലദീന വലൗ യറ അല്ലദീന ളമൂ ഇദ് യറൗനൽ അദാബ. ഇദ് യറൗനൽ അദാബ. ഇത് എന്നത് ഇവിടെ സന്ദർഭം എന്നതാണ്. ഇത് സന്ദർഭമാണ്. അത് ലർഫ്
സമാൻ മാദി സർഫ് സമാൻ മാദിയാണ്. കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ സംഭവിച്ച അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തെ ആ സന്ദർഭം പറയുന്നതിനാണ് ഇത് ഉപയോഗിക്കുക. ഇത് എന്നത് സർഫ് സമാൻ മാദി മബ്നിൻ അൽ സുകൂൻ ഫി മഹൽ നസ്ബ്. അല്ല, ഇവിടെ ഉദ്കുർ എന്ന ആ ഒരു ഇത് കടന്നു വരുന്നില്ല. കാരണം ഇത് അത്തരത്തിലുള്ള ആ സന്ദർഭത്തെ സ്മരിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല. സാധാരണ ഇത് ഒരുപാട് ഖാല റബ്ബുക ലിൽ മലായികത്തി എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ധാരാളം ആയത്തുകൾ നമ്മൾ പഠിച്ചപ്പോൾ അവിടെ ആ സന്ദർഭത്തെ സ്മരിക്കുക അതൊരു മഫ്ഊൽ ബിഹിയായി വരുന്ന രൂപത്തിലാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇത് വർഫ് സമാൻ മാദിയാണ്. അത് സുക്കൂനിൽ മബ്നിയാണ്. സുക്കൂനിൽ മബ്നിയാണ്. ഈ മഹല്ല് നസ്ബ. കാരണം മഫ്ഊൽ ബിഹി ആയതുകൊണ്ടല്ല, വർഫ് സമാൻ ആയതുകൊണ്ടാണ്. അപ്പോ വർഫായതുകൊണ്ട് അത് ഈ മഹല്ല് നസ്ബ. അപ്പോ ഇത് യറൗന വലൗ യറല്ലദീന വലമു അക്രമം പ്രവർത്തിച്ചവർ കണ്ടിരുന്നുവെങ്കിൽ എന്നാണ്. വലൗ യറല്ലദീന വലമു ഇത് സന്ദർഭത്തിൽ യറൗന എന്ന് പറഞ്ഞാൽ അവർ കണ്ടു. യറ എന്നതിന്റെ യറയാനി യറൗന യറ എന്നതിന്റെ തസ്രീഫ് അങ്ങനെയാണ്. യറൗന അവർ കാണുന്നു. ഫിയല് മുദാരിയാണ്. ഫിയല് മുദാരിയാണ്. ഇത് യറൗനൽ എന്ന് പറയും. അപ്പൊ ഇത് യറൗന ഫിയല് മുദാരി മർഫൂ ആണ്. ولو يرى الذين ظلموا إذ يرون العذاب ശിക്ഷയെ ഇത് യറൗനൽ അദാബ ഇത് യറൗന അവർ കാണുന്ന സന്ദർഭം അല്ലെങ്കിൽ അവർ കാണുമ്പോൾ എന്നൊക്കെ പറയാം. അവർ കാണുന്ന സന്ദർഭം. അൽ അദാബ ശിക്ഷയെ. അപ്പോ അൽ അദാബ എന്നത് ഇവിടെ മഫ്ഊൽ ബിഹി മൻസൂബാണ്. അപ്പോ ഇത് യറൗനൽ അദാബ അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ. അന്ന ഹർഫ് തൗക്കീദ് വനസ്ബ. القوة أن القوة ശക്തി القوة ശക്തി القوة എന്നാവാനുള്ള കാരണം എന്താണ്? ഇസ്മു അന്ന മൻസൂബാണ്. ഇസ്മു അന്ന മൻസൂബ്. അന്ന അൽ ഖുവ്വത അന്ന വന്നാൽ പിന്നെ അൽ ഖുവ്വത്തു എന്നുള്ളത് അൽ ഖുവ്വത എന്നാണ്. അന്നയുടെ ഇസ്മാണ് അൽ ഖുവ്വ. അതുകൊണ്ട് അൽ ഖുവ്വത അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ. ലില്ലാഹി ലാമ് ഹർഫ് ജർറ്. അല്ലാഹി എന്നത് ഇസ്മുൽ ജലാല മജ്റൂർ.
ലില്ലാഹി ജമീഅൻ. ജമീഅൻ എന്ന് പറയുമ്പോൾ മുഴുവനും. എങ്ങനെയാണത്? വലൗ യറല്ലദീന ളലമൂ ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅൻ. അതാണ് ഹാലാണ്. ഹാല് മൻസൂബാണ്. ഹാല് മൻസൂബാണ്. വഅന്നല്ലാഹ ഷദീദുൽ അദാബ്. വാവ് ഇവിടെ അർത്ഥത്തിന്റെ വാവാണ്. അന്ന നേരത്തെ പറഞ്ഞതുപോലെ ഹർഫ് തൗക്കീദ് വനസ് അല്ലേ. അല്ലാഹ ഇസ്മുൽ ജലാല മൻസൂബ്, കാരണം ഇസ്മു അന്ന. ഷദീദുൽ അദാബി. ഷദീദുൽ അദാബി ഇവിടെ ഷദീദുൻ. അന്നല്ലാഹ വഅന്നല്ലാഹ ഷദീദുൻ. ഷദീദുൻ എന്ന് പറയുമ്പോൾ അതെന്താണ്? ഖബറു അന്ന മർഫൂ, അന്നയുടെ ഖബറായിട്ട് വരാൻ ഷദീദു ഖബറു അന്ന. പക്ഷെ ഷദീദുൻ എന്നത് അൽ അദാബ് അതിലേക്ക് ചേർക്കുകയാണ്. കഠിനമായി ശിക്ഷിക്കുന്നവർ. ഷദീദുൽ അദാബി. അപ്പൊ അത് മുളാഫ് ഇലൈഹി. അൽ അദാബി എന്നത് മുളാഫ് ഇലൈഹി മജ്റൂറാണ്. അതാണ് അൽ അദാബി എന്നാണ്. ഷദീദുൽ അദാബി മുളാഫ് ഇലൈഹി മജ്റൂറാണ്. അപ്പോ ഒന്നുകൂടി ശ്രദ്ധിക്കായിട്ട് ഇവിടെ അവസാന ഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വലൗ യറല്ലദീന വലമു. വലൗ യറല്ലദീന വലമു. അക്രമം പ്രവർത്തിച്ചവർ. വലൗ യറ കണ്ടിരുന്നുവെങ്കിൽ വലൗ യറല്ലദീന വലമു. അക്രമം പ്രവർത്തിച്ചവർ കണ്ടിരുന്നുവെങ്കിൽ ഇത് യറൗനൽ അദാബ, ആ ശിക്ഷയെ നേരിൽ കാണുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ, നേരിൽ കാണുന്ന സന്ദർഭത്തിൽ അക്രമം ചെയ്തിരുന്ന ആളുകൾ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ എന്ത്? അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, ശക്തി മുഴുവനും അള്ളാഹുവിനുള്ളതാണെന്ന്. അതുപോലെ അന്നല്ലാഹ ഷദീദുൽ അദാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും. അപ്പൊ എന്തായി? അർത്ഥം മൊത്തമായിട്ടാണ് അത് എടുക്കേണ്ടത്. വലൗ യറല്ലദീന വലമു ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅൻ വഅന്നല്ലാഹ ഷദീദുൽ അദാബ്. അത് ഒരൊറ്റ വാചകമായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്നർത്ഥം. അതായത് ആ അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷയെ നേരിൽ കാണുന്ന അവസരത്തിൽ ശക്തി മുഴുവനും അള്ളാഹുവിനുള്ളതാണെന്ന് അവർ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും അവർ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ എന്നർത്ഥം. അപ്പോ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. തുടർന്നുള്ള ആയത്ത്, ഇതിനെ തുടർന്നുള്ള ആയത്ത് ഇത് തന്നെയാണ്. ഇതിന്റെ പിന്നെ നമ്മൾ വ്യാകരണം അത് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ചിലത് മനസ്സിലാവാതെ പോയി എന്ന് വരാം. എന്നിരുന്നാലും ആവർത്തിച്ചുകൊണ്ട് സ്ഥിരമായി നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് കേൾക്കുകയാണെങ്കിൽ, അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ, കൂടുതൽ ശ്രദ്ധ അതിൽ നൽകുകയാണെങ്കിൽ, അതിന്റെ കൂടെ നമ്മുടെ അൽബലാഗ ക്ലാസുകളിൽ നിങ്ങൾ സ്ഥിരമായി പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകും. അതുകൊണ്ട് സ്ഥിരമായി എല്ലാവരും ക്ലാസ്സിൽ പങ്കെടുക്കണം എന്നീ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ പഠിതാക്കളിൽ അകപ്പെടുവാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൽ, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ പഠിക്കുന്നതിൽ കൂടുതൽ ക്ഷമയും ശാന്തിയും കാണിക്കുന്നതിൽ ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തിപ്പെടുമാറാവട്ടെ.
വളരെ അലസമായ രൂപത്തിൽ വിശുദ്ധ ഖുർആനെ നാം പഠിക്കാൻ പാടില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അത്തരത്തിലുള്ള അലസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. ശരിയായ രൂപത്തിൽ ഈ ഖുർആൻ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്, അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടുന്നതിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളും പോരായ്മകളും അതിൽ നിന്ന് തികച്ചും മുക്തമാവുകയും കുറ്റങ്ങളും കുറവുകളും സ്വാഭാവികമാണെങ്കിൽ പോലും അത് കൂടുതൽ ആവർത്തിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടിയുള്ള പ്രത്യേകമായ കണിശതകൾ പുലർത്തുകയും ചെയ്യുന്നവരിൽ നാം ഉൾപ്പെടുക. അങ്ങനെയുള്ളവരെയാണ് അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന ബോധ്യത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കൃത്യമായും അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുവാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.